കട്ടക്കരിപ്പന്റെ ഉണ്ടക്കണ്ണി. രചന അന. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഞാൻ ഞെട്ടി. ആദിയോട് പറയാനായി തിരിഞ്ഞത് ആളെ കാണുന്നില്ല. പിന്നെ ഭീകരിപ്പടകളും കൂട്ടി വേഗത്തിൽ നടന്നു. വരുന്ന വഴിക്ക് പരദൂഷണം നാണി ചേച്ചി തടഞ്ഞു. പിന്നെ വിശേഷങ്ങൾ ചോദിക്കലായി, പരാതികൾ പറയലായി. ചേച്ചി ഒരുവിധം വെട്ടിച്ച് അപ്പുറത്തെത്തിയപ്പോഴേക്കും ദേ അടുത്ത അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു. വീട്ടിലെത്തി ആദ്യം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു കക്ഷി സ്ഥലം വിട്ടെന്ന്. ഇത്ര പെട്ടെന്ന് പോകാൻ മാത്രം എന്തുണ്ടായി ആവും. കാര്യം അറിയാൻ അമ്മയെ വിളിച്ചു. നിരാശയായിരുന്നു ഫലം. പക്ഷെ അവൻ ഒരുപാട് ദേഷ്യത്തിലാണെന്ന് പറഞ്ഞു. അതൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പീക്കിരിപ്പടയിലൊന്നിനെ എൻ്റെ കയ്യിൽ കിട്ടിയത്. കുറച്ച് ദേഷ്യപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അപ്പം അയാളോട് സംസാരിച്ചാണ് കാരണമെന്ന് പിടികിട്ടി. ഒരേ സമയം എനിക്ക് സങ്കടവും സന്തോഷവും തോന്നി. എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അയാളോട് സംസാരിച്ച് ഇഷ്ടപ്പെടാതിരുന്നത്. പക്ഷെ എന്നെ സംശയിച്ചതിൽ എനിക്ക് തെളിയ സങ്കടവുമായി. രാത്രി കിടക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ ആദ്യമായിരുന്നു. എല്ലാ കാര്യങ്ങളും നാളെ തന്നെ പറയാൻ തീരുമാനിച്ചു. വെറുതെ എന്തിനാ ഒരു തെറ്റിദ്ധാരണ. അമ്മേ, ഞാൻ ഇറങ്ങുക കേട്ടോ. 2 ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതിയായിരുന്നു മോളെ. എൻ്റെ അച്ഛൻ ഞാൻ പോയ 2 ആഴ്ച ഇങ്ങോട്ട് തന്നെ വരും, വെറുതെ വിഷമിക്കാതെ. പോയിട്ട് വരൂ. ആദിയുടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഒറ്റ ശ്വാസത്തിൽ എല്ലാ വിശേഷങ്ങളും അമ്മയോട് പറഞ്ഞു. അവരുമായി സംസാരിച്ചിരിക്കുമ്പോൾ ആദിയുടെ ഫോൺ ബെല്ലടിച്ചു. അപ്പോഴാണ് ആദി വീട്ടിലുള്ള കാര്യം മനസ്സിലായത്. ഫോൺ നോക്കിയപ്പോൾ ദേ പിന്നെയും മായ. ഞാൻ കോൾ എടുക്കാതിരിക്കുന്നുണ്ട്. അമ്മ എടുത്തു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്മ വളരെ കൂളായി സംസാരിക്കുന്നു. ആരാ ഈ മായ? മോൾക്ക് മനസ്സിലായില്ലേ? ഇവളെൻ്റെ ആങ്ങളുടെ മകളാ, ആദിയുടെ മുറപ്പെണ്ണ്. മായ ആദിയെ കൊണ്ട് കെട്ടിക്കാൻ എൻ്റെ ഏട്ടനും ഭാര്യയ്ക്കും പ്ലാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ശേഖരേട്ടന് താല്പര്യമില്ലായിരുന്നു. അവളെങ്ങാനുമാണ് ആദ്യം കെട്ടിയിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നോ? അല്ലേ വസു? ആദിക്ക് മായ ഇഷ്ടമായിരുന്നു അമ്മേ. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല മോളെ. പക്ഷേ അവൻ അവിടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. എൻ്റെ ദേവി, ഈ മായ ഒരു പാരയാവോ? ഞാൻ ആദിയുടെ ഫോൺ കൊണ്ട് റൂമിലോട്ട് നടന്നു. ആദി റൂമിലുണ്ടായിരുന്നു. എന്നെ കണ്ട ഭാഗം നടിച്ചില്ല. ഞാൻ അതുപോലെ തന്നെ പെരുമാറി. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ പരസ്പരം മിണ്ടാതിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് വഴക്കൂടാനെങ്കിലും വായ തുറക്കുകയായിരുന്നു. ഞാൻ ചെന്ന് ബെഡിലിരുന്ന് ആദ്യം ചാടി എഴുന്നേറ്റ് ബാൽക്കണിയിൽ പോയി. എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു. എത്ര നേരം ഇങ്ങനെ നിൽക്കുമെന്ന് നോക്കാം. ഗൗരി, ഒന്നിങ്ങോട്ട് വന്നേ. ദാ വരുന്നമ്മേ. തിരിച്ചു വന്നപ്പോൾ കണ്ടത് എൻ്റെ ഫോണും പിടിച്ച് നിൽക്കുന്ന ആദിയാണ്. അടി കൂടാൻ അവസരം ഉണ്ടാക്കി തന്ന ദൈവത്തെ വിളിച്ച് ഞാൻ ഐശ്വര്യമായി തുടങ്ങി. ആദിക്കുന്ന എൻ്റെ ഫോണിൽ കാര്യം? ആ, ഇത് നിന്റെ ഫോണായിരുന്നു, ഞാൻ തെറ്റിയെടുത്താ. ശരിക്കും? എന്തേ? കണ്ടിട്ടങ്ങനെ തോന്നില്ല. മര്യാദ എന്തിനായിരുന്നു? പറഞ്ഞില്ലേ നീ എന്ത് ചെയ്യും? ഒന്ന് പോടി. ദേ കിടക്കുന്നില്ല ഫാഡ്. എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അലയിൽ ഇങ്ങനെ മുഖം തരാതെ ഓടിപ്പോവില്ല. ലാപ്പിലിരുന്ന് ഗെയിം കളിക്കുമ്പോഴാണ് താഴെ നിന്ന് കുറേ ചിരികൾ. ഞാൻ ജസ്റ്റ് പോയി നോക്കിയപ്പോൾ ദേ ഗൗരി. എനിക്ക് ഒന്നുമില്ലാത്ത സന്തോഷം തോന്നി. കുറേ നേരം അവൾ വരുന്ന കാത്തിരുന്ന് കാണാതെയായപ്പോൾ ഒന്ന് പോയി നോക്കി. ഗോവണി ഇറങ്ങാൻ നിന്നു. ദേ എൻ്റെ ഫോണും കൊണ്ട് വരുന്നു. ഞാൻ നല്ലൊരു ഓട്ടോ വെച്ച് കൊടുത്ത് ബെഡിൽ ചാടിയിരുന്നു. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ഉണ്ടക്കണി അകത്തോട്ടെത്തി. ഞാനാണെങ്കിൽ കിതപ്പോലും മാറാതെ ശ്വാസം പിടിച്ചിരിപ്പാണ്. അതുകൊണ്ട് തന്നെ അവൾ വന്നിരുന്ന് എണീറ്റ് ബാൽക്കണിയിൽ പോയി ശ്വാസം വിട്ടു. കുറച്ച് കഴിഞ്ഞ് അകത്തേക്ക് വന്ന് അവളെ കാണാനില്ല. ബെഡിലോട്ട് നോക്കിയപ്പോൾ അവളുടെ ഫോൺ ഇരിപ്പുണ്ട്. എന്തായാലും ഫോൺ നോക്കാമെന്ന് വെച്ച് ഫോൺ എടുത്തു. ആ ചെക്കൻ്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ടോ എന്ന് നോക്കണമല്ലോ. ഫോൺ നോക്കിയപ്പോൾ സ്ക്രീൻ ലോക്ക്. അവളോടെ ഒരു ലോക്കും എന്ന് പറഞ്ഞ് തിരിഞ്ഞ ദേവ് മുന്നിൽ നിൽക്കുന്ന ഉണ്ടക്കണ്ണി. പിന്നെ വേഗം അവിടെ നിന്ന് സ്കൂട്ടായി. ദേ പിള്ളേരെ, നാളെ നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോവാം. മുത്തശ്ശി വിളിച്ചിരുന്നു. വീട്ടിലോട്ട് വന്നേ ഉള്ളൂ. അപ്പോഴേക്കും പിന്നെയും പോകാനോ? ദേ ആദ്യം പറഞ്ഞു കേട്ടല്ലോ, അവിടേക്ക് മാമനും അമ്മായിയും മായൊക്കെ വരുന്നുണ്ട്. മായുണ്ടോ അമ്മേ? ആദ്യം ചോദിച്ച് ഞാൻ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉരുട്ടിയുള്ള വായിൽ കയറ്റാതെ വാ തുറന്ന് ഇരിപ്പുണ്ട്. മായ മായ മായ, ഒരു മായ വന്നിരിക്കുന്നു. ഇവളേതാ? മായ എന്ന് പറയുമ്പോഴേക്കും ഒരാളുടെ വായിന്ന് തേനൊലിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആദ്യം അവിടെ ഇഷ്ടപ്പെട്ടിരുന്ന അവൾ തന്നെ ആവൂ. ഇവളെൻ്റെ കൈക്ക് പണി ഉണ്ടാക്കുന്ന തോന്നുന്നു. എന്തായാലും നാളെ പോയി നോക്കാം. ഇനിയിപ്പോൾ ഇവർ തമ്മിൽ സഹോദര സ്നേഹമാണെങ്കിലോ. ആയാ നന്ന്. ഫുഡ് കഴിച്ച് ബെഡിലിരിക്കുമ്പോഴാണ് ആദ്യയുടെ ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു. ഹായ് ഏട്ടാ, ഇതെവിടെയാ? ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തേ? ഞാൻ വിളിക്കട്ടെ? ഞാൻ മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ ഫോൺ വന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ എടുത്തു. ഏട്ടാ, ഹലോ ഹലോ. ഞാൻ ഹലോ പറഞ്ഞ അപ്പുറത്ത് കോള് കട്ടായി. ഇവളെന്തിനായിരിക്കും ഞാൻ എടുത്തപ്പോൾ ഫോൺ ഓഫ് ചെയ്ത്? എൻ്റെ ദേവി, ഞാൻ കരുതുന്ന പോലെ ഒന്നും ഉണ്ടാവരുതേ. ഒരു ഉച്ചയായി കാണും അവിടെ എത്തുമ്പോൾ. വളരെ ശാന്തമായൊരു അന്തരീക്ഷം, ഒരുപാട് മരങ്ങൾ, ചുറ്റും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടം, കുളം, പിന്നെ പഴയൊരു വീടും. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വണ്ടിയുടെ ശബ്ദം കേട്ട് മുത്തശ്ശി പുറത്തു വന്നു. ഞാനും അമ്മയും കൂടി അങ്ങോട്ട് നടന്നു. ആദ്യമായിട്ടാണ് അവരെയൊക്കെ ഞാൻ കാണുന്നത്. കല്യാണം സൂപ്പർ ഡ്യൂപ്പർ ആയതുകൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റിയില്ല. മുത്തശ്ശിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തെങ്കിലും എന്നെ നോട്ടം മുഴുവൻ ഉള്ളിലോട്ടായിരുന്നു. മായ, അതെ, അവളെ കാണാൻ തന്നെ. ബാഗും എടുത്ത് ഉള്ളിലോട്ട് എത്തിയപ്പോഴാണ് ഏട്ടാന്ന് വിളിച്ച ഒരു സുന്ദരിയായ പെൺകുട്ടി ഓടിക്കുതച്ച് ആദിയുടെ അടുത്തേക്ക് വന്നു. ആദ്യം ഒന്ന് ദേഷ്യത്തോടെ നോക്കിയെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവളോട് ചിരിച്ച് സംസാരിച്ചു. അവിടേക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ഈയിടെയായിട്ട് മായയുടെ പെരുമാറ്റം എനിക്ക് തീരെ പിടിക്കുന്നില്ല.
ഗൗരിയെ മൂച്ചി കയറ്റാൻ പലതും പറയുമെങ്കിലും അവളോട് യാതൊരുവിധ താല്പര്യവും ഇല്ല. ബാഗുകളെല്ലാം എൻ്റെ കയ്യിൽ തന്ന് കണ്ണീച്ചോരയില്ലാതെ 3 പേര് ഉള്ളിലോട്ട് പോയി. എല്ലാം താങ്ങി പിടിച്ച് ഉള്ളിലോട്ട് എത്തിയത് ദേ വരുന്ന വനമാല, അല്ല വനമായ. വരുവേണ്ടത് എനിക്ക് ദേഷ്യം വന്നു. ഗൗരിയെ നോക്കിയപ്പോൾ എന്താ സംഭവിക്കുന്ന ഭാഗത്തിൽ നിൽക്കുന്നു. അവളോട് സംസാരിച്ചെന്ന് വരുത്തി ഞാൻ റൂമിലോട്ട് നടന്നു. എൻ്റെ പിന്നാലെ ഗൗരിയും വന്നു. എന്നോടെന്തോ ചോദിക്കുന്നതിന് മുമ്പ് മായ വന്നു. ഗൗരി തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഏട്ടാ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? അവള് അവിടെ ഏറ്റവും വിളി അല്ലാണ്ടങ്ങ് തലി കയറിയ വെച്ചേക്കില്ല. മുത്തശ്ശി എന്തിനെന്നെ വിളിച്ചത്? ഞാൻ വിളിച്ചില്ലല്ലോ മോളെ, മായ നിന്നെ അന്വേഷിച്ചിരുന്നു. ചിലപ്പോൾ അവളായിരിക്കും വിളിച്ചത്. ഇവളിത് എന്ത് വായിച്ചാ? എന്തായാലും ചോദിച്ചിട്ട് തന്നെ കാര്യം. അവളെ അന്വേഷിച്ച് ചെന്നപ്പോൾ ആദ്യമായിട്ട് ഉമ്മർ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. രണ്ടാളെയും കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ആദി തന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്. ഗൗരിയേട്ടനെ ആദ്യം തന്നെയാണ് വിളിക്കുന്നത്. ആദ്യം എന്നല്ലാതെ മായെന്ന് വിളിക്കാൻ പറ്റുമോ? ഇവിടെ എവിടുന്നാ വരുന്നേ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ആദി തന്നോടല്ലേ പറഞ്ഞേ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന്? അതിന് നീ എന്തിനാടി കണ്ണുരുട്ടി പിടിപ്പിക്കുന്നേ? ഞാൻ പോവല്ലേ മുത്തേ. അതും പറഞ്ഞാൽ പോയതും പിന്നാലെ വാലുവായ മായയും പോകാൻ തുടങ്ങി. ഏയ് മായ ഒന്ന് നിന്നേ. എന്താ ഗൗരി? എന്നെ എപ്പോഴാണ് മുത്തശ്ശി വിളിച്ചേ? ഞാൻ ചോദിച്ചപ്പോൾ നീ അന്വേഷിച്ചിരുന്നാണല്ലോ പറഞ്ഞേ. അതയ്യോ ഗൗരി, എനിക്ക് തെറ്റിയതാ. എൻ്റെ അമ്മയെ വിളിച്ച് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് തന്നെ കാണണമെന്ന് പറഞ്ഞു. ആന്നോ? ഇനി അവിടെ പോയാലും ഇങ്ങനെ സംഭവില്ല എന്ന് പറയോ? ഏയ് ഇല്ല ഗൗരി, എന്നാ ഞാൻ പോട്ടെ. പിന്നെ ഒന്ന് നിന്നേ. ഞാൻ എൻ്റെ ഭർത്താവിന് ആദ്യമോ ചാദ്യെന്നോ നീയെന്നോ താനെന്നൊക്കെ വിളിക്കും. അതിന് തനിക്കുള്ള പ്രശ്നമുണ്ടോ? ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് സഹിച്ചോ. അവളോട് 4 വർത്താനം പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം. മായ ഒന്നും മനസ്സിലാവാതെ അവിടെ നിന്നും പോയി. ഞാൻ റൂമിലോട്ട് നടന്നു. അവിടെ എത്തിയപ്പോഴുണ്ട് ആദ്യം ബെഡിൽ മറന്നു കിടക്കുന്നു. ഒന്നും മനസ്സിലാവില്ലെന്ന് കരുതിയിട്ടേ ഉണ്ട കണ്ണി. എന്ത്? എന്നെ അവിടെ നിന്ന് ഓടിച്ചെന്തിനാന്ന് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ അതനുസരിച്ച് നടന്നണം. ഒരു ഏട്ടം വന്നിരിക്കുന്നു. പിന്നെ അമ്മ നിന്നെ കുറച്ച് മരുന്നുമായി തരാൻ പറഞ്ഞു. എന്ത് മരുന്ന്? എൻ്റെ മെഡിസിൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പിന്നെ ഏത് മരുന്നാണോ അമ്മ പറഞ്ഞ്? എടി പഴയതല്ല, പുതിയത്. നിന്റെ പുതിയ അസുഖത്തിന് വേണ്ടിയാ. എന്തോന്ന് ഈ പറയുന്നേ? മരുന്ന് വേറൊന്നിനല്ല, നിന്റെ കുശുമ്പിന്. അത് വാങ്ങിയിട്ട് ആവശ്യമില്ല മോനെ, എൻ്റെ അമ്മ തന്നിട്ടുണ്ട്. അവിടുന്ന് ഓടിപ്പോന്നപ്പോ എന്തേ മരത്തലയാ? അത് മതിയോ? മരത്തലേ നിന്റെ. അതും പറഞ്ഞ ആദ്യം എനിക്ക് നേരെ ചീറിപ്പാഞ്ഞു. ഞാൻ വേഗം ഓടി. പിന്നാലെ അവനും ഓടി അവസാനം ഏതോ റൂമിൽ കയറി. ഞാൻ ആകെ കിതച്ച പട്ടിയെ പോലെയായി. അവന് ഏതാണ്ട് ഈ അവസ്ഥയിൽ തന്നെ. പക്ഷെ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ആദ്യം അവിടുത്തെ ടേബിളിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി. ആ തക്കത്തിന് ഞാൻ പുറത്തിറങ്ങി. പക്ഷെ ഒരു ബലിഷ്ഠമായ കര എന്നെ വലിച്ചു. വേറെ ആരാ? ആദ്യം തന്നെ. ഒരു കൈ കൊണ്ട് ചെങ്കിൽ നിന്ന് വെള്ളം കുടിക്കുകയും മറുകൈ കൊണ്ട് എന്നെ ഇറുക്കെ പിടിക്കുകയും ചെയ്തു. എങ്ങോട്ടാടി കിടന്ന് ഓടുന്നേ? നീ നേരത്തെ എന്താ വിളിച്ച്? മരത്തണേനെന്നോ? ശരിയാക്കി തരാം. ആദി മര്യാദക്ക് എന്നെ വിട്ടോ, അല്ലെങ്കിൽ അവൻ എന്നെ വെല്ലുവിളിച്ചോ. ഞാൻ എന്നെ ചുറ്റിരിക്കുന്ന കൈമേലൊരു കടി വെച്ച് കൊടുത്തു. അമ്മ കുട്ടി പിശാചേ, തന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ വിടാൻ. അത്യാവശ്യം നല്ലൊരു കടി തന്നെയാണ് കൊടുത്ത്. എൻ്റെ പല്ലുകളുടെ പാടൊരു സുന്ദരമായ കോയി രൂപത്തിൽ അവൻ്റെ കൈന്മേൽ പതിഞ്ഞു. എന്നാലും ആ ദുഷ്ട എന്നെ വിട്ടില്ല. നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയും നീ എന്നെ മരത്തലെന്ന് വിളിച്ചാറുണ്ടല്ലോ, ഇനിയും വിളിക്കും. മരത്തലയാ. ഡീ നിന്നെയാണിന്ന്. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.